നമുക്കിതിൻ്റെ പദാർത്ഥം ഒന്ന് പരിശോധിക്കാം. സുമ്മ പിന്നെയും, അന്തും നിങ്ങൾ, ഹൗലായി ഇങ്ങനെയുള്ളവരാണ്. സുമ്മ അന്തും ഹൗലായി പിന്നെയും നിങ്ങൾ ഇങ്ങനെയുള്ളവരാണ്. തഖ്തുലൂന അൻഫുസക്കും നിങ്ങളുടെ ആളുകളെ നിങ്ങൾ വധിക്കുന്നു. നിങ്ങൾ പരസ്പരം വധിക്കരുത്, കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും സുമ്മ അന്തും ഹൗലായി നിങ്ങൾ ഇങ്ങനെയുള്ളവരാണ്. തഖ്തുലൂന അൻഫുസക്കും നിങ്ങളുടെ ആളുകളെ നിങ്ങൾ വധിക്കുന്നു. വതുഖ്രിജൂന നിങ്ങൾ പുറത്താക്കുന്നു. ഫരീഖം മിൻകും നിങ്ങളിലുള്ള ഒരു വിഭാഗം ആളുകളെ. അപ്പം നിങ്ങളിലുള്ളവരെ നിങ്ങൾ വധിക്കുന്നു, നിങ്ങളിലുള്ള ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ പുറത്താക്കുന്നു. മിൻ ദിയാരിഹിം അവരുടെ ഭവനങ്ങളിൽ നിന്ന്. തലാഹറൂന നിങ്ങൾ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു. സപ്പോർട്ടീവ, പരസ്പരം സഹായിക്കുകയാണ്. അലൈഹിം അവർക്ക്. ബില്ലിസിമി വൽ ഉദ്വാനി നിയമമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന്, വൽ ഉദ്വാനി അതിർ ലംഘിച്ച് പ്രവർത്തിക്കുന്നതിന്. നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാനും പരിധികൾ ലംഘിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങൾ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു. വൈൻ യൂത്തുക്കും നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഉസാറ അടിമകളാക്കപ്പെട്ട ആളുകൾക്കാണ് പറയുന്നത്. അപ്പോൾ പരസ്പരം പോരാടി ഒരാളെ കീഴ്പ്പെടുത്തി അടിമയാക്കിയാൽ, അങ്ങനെ നിങ്ങളുടെ അടുത്ത് അടിമയായി വന്നാൽ തുഫാദൂഹും നിങ്ങൾ അവർക്ക് പ്രായശ്ചിത്തം നൽകി, അടിമയ്ക്കുള്ള മോചനം നൽകി അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ തനി ഇരട്ടത്താപ്പ. വഹുവ മുഹറമുൻ അലൈക്കും അത് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യമായിരുന്നു ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇഖ്റാജുഹും അവരെ പുറത്താക്കുന്നത് തന്നെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടതാണ് കാര്യമായിരുന്നു. പിന്നീട് അവർ അടിമകളാക്കപ്പെട്ട് അവർ വീണ്ടും മോചിപ്പിക്കാൻ വേണ്ടി ഉള്ള ചില തന്ത്രമന്ത്ര പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് ഈ വചനത്തിൽ അല്ലാഹു തആല വെളിവാക്കുന്നത്, അനാവരണം ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് അന്ന് കുറേ ഗോത്രക്കാർ മദീനയിലുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ജൂതഗോത്രങ്ങൾ 2-3 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അതല്ലാത്ത പാഗൺ ഗോത്രക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും കൊലയും ഒക്കെ നടത്തുകയും, എന്നിട്ട് അവരിൽപ്പെട്ട ആരെങ്കിലും മറുവിഭാഗം കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് പ്രായശ്ചിത്തം നൽകി തിരിച്ച് അയക്കുന്നത് ഒരു അഭിമാനമായി കരുതിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല കുഴപ്പകാരികളായ ആളുകളുടെ ഒരു സമ്മിശ്ര രംഗമാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്. ഇതുപോലെ ഇന്നത്തെ സാഹചര്യത്തെ ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുമൊക്കെ ഇങ്ങനെ പല തട്ടുകളിൽ, പല മേഖലകളിൽ, പല സ്ഥലങ്ങളിൽ, പല രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തോന്നുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇത് തന്നെ ആവശ്യങ്ങൾ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും
പിന്നെ ചില സന്ദർഭങ്ങളിൽ ഭയങ്കര നല്ല ആളുകളായിട്ട് പ്രകടനാത്മകമായ നിലയിൽ അവർ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളെല്ലാം നല്ലവരാണ് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ അല്ലാഹുത്താല ഇങ്ങനെയൊക്കെയുള്ള ഈ നടപടിക്രമങ്ങളെയൊക്കെ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ ചെയ്യുന്ന ഇവരോട് ചോദിക്കുകയാണ്, അഫത്തുമിനൂന ബിബഅൽ കിതാബ്, അഫത്തുമിനൂന നിങ്ങൾ വിശ്വസിക്കുകയാണോ, ബിബഅൽ കിതാബ് വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ, വതക്ഫുറൂന ബിബഅലിൻ മറ്റ് ചില ഭാഗങ്ങളെ നിങ്ങൾ അങ്ങ് നിഷേധിക്കുകയും ചെയ്യുകയാണ്. ചിലതൊക്കെ ഞങ്ങളുടെ ശരീര ഇച്ഛകൾക്ക് അനുരൂപമാകുന്നെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നു, അതല്ല എങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നില്ല. അപ്പം ചിലതൊക്കെ സ്വീകരിക്കാം, അംഗീകരിക്കാം, മറ്റു ചിലത് നമുക്ക് പറ്റത്തില്ല കേട്ടോ. തക്ഫറൂന ബിബഅദ് മറ്റ് ചിലതിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ. തുടർന്ന് പറയുന്നു, ഫമാ ജസാഉ മൻ യഫ്അൽ ദാലിക, ഇങ്ങനെയുള്ള വേലത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഫമാ ജസാ പ്രതിഫലം ലഭിക്കില്ല, മൻ യഫ്അൽ ദാലിക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, മിൻകും നിങ്ങളിൽ നിന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയില്ല. ഇല്ലാ ഖിസിയിൻ ഫിൽ ഹയാത്തുദ് ദുനിയ, ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് അപമാനമല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം ഇതൊരു ഉറച്ച നിലപാടല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പല വേഷങ്ങൾ കെട്ടി പല രീതിയിൽ നിന്ന് അരങ്ങത്ത് നിന്ന് ആടുകയാണ്. അതല്ലാതെ ഒരു രീതിയിലുള്ള വേഷത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് അതനുസൃതമായിട്ടുള്ള ഒരു നല്ല ജീവിതം ജീവിക്കുന്നതിനുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നതിന് പകരം ഈ രീതിയിലുള്ള രംഗപ്രവേശങ്ങൾ ആണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ ചെയ്യുന്നതായ നിങ്ങൾക്ക് എല്ലാ ഖിസിയും ഫിൽ ഹയാത്തുദ് ദുനിയ, ഇഹലോക ജീവിതത്തെ അപമാനമല്ലാതെ വേറൊന്നും ലഭിക്കില്ല. കാരണം ഒരു സ്റ്റാൻഡുള്ളവരല്ല എന്ന് പറയും. വയൗമൽ ഖിയാമത്തി, ഇനി അന്ത്യദിനത്തിലോ, ഈ ലോകമൊക്കെ കഴിഞ്ഞു, നമ്മളിവിടം വിട്ടു പോയി, വിചാരണ ദിനം, അങ്ങനൊരു ദിവസം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിചാരണ ദിനത്തിൽ യുറദ്ദൂന, അവർ മടക്കപ്പെടുന്നതാണ്, ഇലാ അഷദ്ദിൽ അദാബി, ഇഹലോകത്ത് കൊടുത്ത അപമാനത്തിനേക്കാൾ വലിയ ശക്തമായ ശിക്ഷയിലേക്ക് അവരെ മടക്കപ്പെടുന്നതാണ്. വമല്ലാഹു ബി ഗാഫിലിൻ, അള്ളാഹു അശ്രദ്ധനല്ല, അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സംബന്ധമായിട്ട് അല്ലാഹു തആല അശ്രദ്ധനല്ല. അപ്പോൾ അന്ന് ഈ കൊലയൊക്കെ ആയിരുന്നു. ഇന്ന് ഇപ്പം പല ആളുകളും പല വീഡിയോകളും ഇങ്ങനെ വരുന്നുണ്ട്. റമദാൻ മാസത്തിൽ നോമ്പ് തുറന്നുകൊണ്ടിരുന്ന ഒരു സംഘം പാവപ്പെട്ട സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും യുവാക്കളുടെയും മേൽ ബോംബ് വർഷം നടത്തിയതും മറ്റ് അന്യായമായ നിലയിലുള്ള പീഡനങ്ങൾ, അതുപോലെ കൊല, അവരുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കൽ, ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. എന്നിട്ട് പിന്നെ ഇതെല്ലാം ചെയ്തതിന് ശേഷം അവർ പിടിച്ചുകൊണ്ട് പോകുമ്പം കുറച്ച് മോചനദ്രവ്യം കൊടുത്ത് വിളിക്കുക, തിരിച്ചെടുക്കുക, ഞങ്ങൾ നല്ല ആളുകളാണെന്ന് പറയാം. ഞങ്ങളുടെ ആളുകളെ പിടിച്ചപ്പം ഞങ്ങളത് തിരിച്ച് മോചനദ്രവ്യം കൊടുത്ത് പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എല്ലാ ജാതി മതസ്ഥരോടും ഖുർആൻ ഇത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കുടുംബത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന പ്രാദേശിക നേതാക്കന്മാരും അവരുടെ ആജ്ഞാനുവർത്തികളുമായിട്ട് ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു സമൂഹത്തെ അല്ല ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. മുഴുവൻ ലോകത്തിലും ശാന്തിയും സമാധാനവും നൽകുന്ന
മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന അത്തരം ഒരു ജീവിതക്രമമാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കൊല്ലും കൊലയും ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഓൾഡ് സ്ക്രിപ്റ്റേഴ്സിൽ, അതായത് മുൻകാല ഗ്രന്ഥങ്ങളിൽ, ഇപ്പം ബൈബിളിലായാലും പഴയ നിയമങ്ങളിലായാലും അതുപോലെ മഹാഭാരതം തുടങ്ങി ഭാരതത്തിൽ വന്നിട്ടുള്ള, ലോകത്ത് കൺഫ്യൂഷ്യസ് തുടങ്ങി ഏത് വിഭാഗത്തിൽ വന്നവരാണ് അവരെല്ലാം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വഴി തുറന്നവരായിരുന്നു. കാരണം അവർക്കൊക്കെ ദൈവബോധനം ലഭിച്ചിരുന്നു. ദൈവബോധനം ലഭിച്ച ആളുകളും അവർ നൽകിയ സന്ദേശങ്ങളും ആയതുകൊണ്ട് ഏത് ഭൂപ്രദേശത്തായാലും അവിടെ ശാന്തിയും സമാധാനവും നടമാടുന്നതിന് വേണ്ടി പര്യാപ്തമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയ ഭിത്തികളെ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കിയും വിശാലമാക്കി അല്ലാഹുത്താല നിയോഗിച്ച നിയോഗിതനോടൊപ്പം ചേർന്ന് നിന്നവർ ഒരുമിച്ച് നിന്ന് ഈ സാഹോദര്യ സൗഹൃദ സംഗമം ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കുകയും അവർക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതിന് പര്യാപ്തമായ നിലയിൽ ഒന്നായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി അപ്രകാരമില്ല എങ്കിൽ ഈ പറഞ്ഞതാണ് അഫതൂമിനൂന ബിബഅദിൽ കിതാബ്, ഗ്രന്ഥങ്ങളിലെ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയും വതകഫറൂന ബിബഅദ്, മറ്റ് ചില ഭാഗങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയുമാണോ? അപ്രകാരം ചെയ്യുന്ന ഇരട്ടത്താപ്പ് നടത്തുന്ന ആളുകൾക്ക് ഫമാ ജസാഉ മൻ യഫ്അൽ ദാലിക മിൻകും ഇല്ലാ ഖിസിയും ഫിൽ ഹയാത്തിദ് ദുനിയ, ഇഹലോക ജീവിതത്തിൽ അവർക്ക് അപമാനമല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല. അത് കാലം മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തർക്കും അത് വ്യക്തമാവും. അപമാനിതരായി അവർ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കഴിയേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവും. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, അവർ ഈ നൽകിയ സുന്ദരമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാതെ അവർ ജീവിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് നാളെ പാരത്രിക ലോകത്ത് വളരെ ശക്തമായ ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുന്നതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അവൻ അശ്രദ്ധനല്ല എന്ന കാര്യം നാം ഓരോരുത്തരും ഓർമ്മയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ റമദാനിലെ 11-ാം ദിവസത്തിൽ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയ്ക്കായിട്ട് ഇത് സമർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ കടന്നു പോകാൻ കഴിയുമെന്ന് കരുതുന്നു. അല്ലാഹു തആല പരിശുദ്ധമായ റമദാനിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കുവാനായി അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം വ്രതാനുഷ്ഠാനത്തിലും നമ്മുടെ പഞ്ചേന്ദ്രിയ ശക്തികളെ മുഴുവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസൃതമായ വഴിയിലൂടെ തിരിച്ചുവിടുവാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹി ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.